ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയുടെ 5-ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിനങ്ങളിൽ കർത്താവിൻ്റെ കൃപ നമ്മെ പരിപാലിച്ചു. ദൈവഭയത്തിൻ്റെ ആത്മാവിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവഭയം അറ്റുപോയ ഈ കാലത്തിൻ്റെ പ്രത്യേകതയും, രാജാവായ ജോസിയ തൻ്റെ കാലഘട്ടത്തിൽ ദുഷ്ടരുടെ നാളുകളിൽ എപ്രകാരമാണ് ജനമധ്യേ ദൈവഭയം പ്രബലപ്പെടുത്തിയതും, ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കഴിഞ്ഞ ദിനങ്ങളിൽ സംസാരിക്കുകയായിരുന്നു. വളരെ പ്രാർത്ഥനയോടെയാണ് ഈ 5-ാം ദിനത്തിലെ ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 12-ാം വചനത്തിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും നിങ്ങൾ ദൈവമായ കർത്താവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുക. ഇന്ന് കർത്താവ് നമ്മോട് പേര് ചൊല്ലി വിളിക്കുകയാണ്. ഇന്ന് ഇസ്രായേൽ ആരാണ്? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുമാണ് അവിടുത്തെ ഇസ്രായേലെ. നമ്മെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടുക, ദൈവഭയത്തോടെ ജീവിക്കുക. കർത്താവ് മറ്റെന്തിനേക്കാളും ഉപരി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഭയഭക്തി ആദരവാണ്. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദിനംതോറും ദൈവകൃപയിൽ വളരുവാൻ, കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കുവാൻ സ്വർഗം നൽകുന്ന വളരെ പ്രധാനമായ ആത്മീയ ടൂളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ദൈവഭയം. 147-ാം സങ്കീർത്തനം 11-ാം വചനത്തിൽ സങ്കീർത്തന വചനം വെളിപ്പെടുത്തുകയാണ്, തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? തന്നെ ഭയപ്പെടുകയും, ദൈവഭയത്തോടെ ആരെല്ലാം ജീവിക്കുന്നുവോ അവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവിന് പ്രസാദകരമായ ജീവിതം എന്ന് പറയുന്നത് ദൈവഭയത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവഭയം ദൈവഭക്തിയാണ്. നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആദരവാണ് ദൈവഭയം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ആത്മാക്കളെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോക ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ടത് നമ്മെ തെരഞ്ഞെടുത്ത കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ ദൈവജനത്തോട് പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ പരിശുദ്ധ വചനം
എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അവിടുത്തെ ദൈവത്തെ ഭയപ്പെടുകയും. നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെല്ലാം കർത്താവിനെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, അത് ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. ദൈവത്തിന് സ്വീകാരിയായ വ്യക്തിയാണ് അവരെന്ന് ഞാൻ അറിയുന്നു. എന്തൊരു ഉറപ്പോടുകൂടിയാണ് പത്രോസ്ലീഹ ഈ വചനം പ്രഖ്യാപിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ നീതിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന് സ്വീകാര്യനായ വ്യക്തിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമുക്ക് ദാനമായി ദൈവം തന്ന നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലേക്കും നമ്മുടെ സഭയിലേക്കും ലോകം മുഴുവനിലേക്കും ഒരു നദി പോലെ ഒഴുകപ്പെടുവാൻ നമ്മൾ ഹൃദയം തുറന്നൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കാട്ടുതീ പോലെ ഈ അഭിഷേകം സഭ മുഴുവനിലും കത്തിപ്പടരണം. അസംഖ്യം ആത്മാക്കളിലേക്ക് ദൈവഭയത്തിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങണം. ഒരു നിമിഷം അതിനായി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ സമൂഹങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് യാചനാപൂർവം തുറന്നു പിടിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ എന്തിനു വേണ്ടിയാണ് ചോദിക്കേണ്ടത്? കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ, ദൈവഭയത്തിന്റെ അഭിഷേകം നൽകണമേ. ഈ ലോക ജീവിതത്തിൽ ദൈവഭയത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ. ചോദിക്കുക, വിശ്വാസത്തോടെ ചോദിക്കുക, ആഗ്രഹത്തോടെ ചോദിക്കുക. മറ്റെന്തിനേക്കാളും ഉപരി ദൈവഭയത്തിന്റെ ആത്മാവിനായി ദാഹിക്കുക. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ അഭിഷേകം ഈ കാലഘട്ടത്തിലേക്ക് പകരണമേ, തലമുറയിലേക്ക് പകരണമേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബത്തെയും ദൈവഭയത്താൽ അഭിഷേകം ചെയ്യണമേ. ഓരോ സമൂഹത്തെയും സഭ മുഴുവനെയും ദൈവഭയത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ലോക ജനതയിലേക്ക് ദൈവഭയത്തിന്റെ അഭിഷേകം അതുപോലെ ഒഴുകപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവഭയത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, വരണമേ, വരണമേ. ഭവനങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ ആയിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരിക. ദൈവഭയത്തിന്റെ ആത്മാവായി വരിക. ദൈവഭക്തിയുടെ അഭിഷേകമായി വരിക. പരിശുദ്ധാത്മാവേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. ദൈവഭയത്തിന്റെ അഭിഷേകം, ദൈവഭയത്തിന്റെ അഭിഷേകം, ദൈവഭയത്തിന്റെ അഭിഷേകം ഒരാത്മാവിലേക്ക് ഒഴുകപ്പെടട്ടെ, ഒരാത്മാവിലേക്ക് ഒഴുകപ്പെടട്ടെ. ഒരാത്മാവിലും വന്നു നിറയട്ടെ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിച്ച് വലിയ ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. ഹോളി സ്പിരിറ്റ്. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി
Holy Spirit. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ഓ ദൈവമേ സ്പിരിറ്റ് ശക്തി മൂവ്. അയക്കണമേ. അനേകം ഭവനങ്ങളിലേക്ക്, അനേകം സമൂഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ കടന്നു ചെല്ലണമേ, കടന്നു ചെല്ലണമേ. ദൈവഭയത്തിന്റെ അഭിഷേകത്താൽ, ദൈവഭക്തിയുടെ ആത്മാവിനാൽ ഓരോരുത്തരെയും അനോയിന്റ് ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, 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 ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീ പോലെ കത്തട്ടെ. ദൈവഭയത്തിന്റെ അഭിഷേകം അഗ്നിയായി ജ്വലിക്കട്ടെ. സഭ മുഴുവനിലും ബഹുമാനപ്പെട്ട വൈദികരിൽ, സമർപ്പിതരിൽ, ആത്മായ പ്രേക്ഷിതരിൽ, സഭയുടെ കുടുംബങ്ങളിൽ, യുവജനങ്ങളിൽ ഈ അഭിഷേകം തീ പോലെ കത്തട്ടെ, തീ പോലെ പടരട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും വചനത്തിനായി തുറക്കണമേ, വചനത്തിനായി തുറക്കണമേ, വചനത്തിനായി തുറക്കണമേ, വചനത്തിനായി തുറക്കണമേ. കർത്താവേ, വചനമയച്ച് എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിക്കണമേ, എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ ഭവനത്തിലേക്ക് വരണമേ, ഓരോ ആത്മാവിലേക്ക് വരണമേ. ദേശദേശാന്തരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവായി, ദൈവഭക്തിയുടെ അഭിഷേകമായി പരിശുദ്ധാത്മാവേ വരണമേ. കെട്ടുകൾ അടിക്കണമേ, മുഖങ്ങൾ ഒടിക്കണമേ. പൈശാചിക പീഡകളെ, ഇരുട്ടിന്റെ ശക്തികളെ, അന്ധകാര പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവേ അവിടുത്തെ കരുത്തുറ്റ കരങ്ങളാൽ നിർവീര്യമാക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ ആരാധന. കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് ഒരു നിമിഷം, ഒരു മനസ്സോടെ കരങ്ങൾ കോർത്തു പിടിച്ച്, കർത്താവേ ദൈവഭയത്തോടെ ജീവിക്കുവാൻ കൃപ തരണമേ. ഈ കാലഘട്ടത്തെ ദൈവഭയത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കോർത്തു പിടിച്ചൊരു മനസ്സോടെ നമ്മൾ ഈ വരികൾ പാടി ഈ അനോയിന്റിങ്ങിനായി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവാം ദൈവമേ പകരുക അഭിഷേകം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ ഒഴുകണമേ. പകരുക അഭിഷേകം. ലോകരാജ്യങ്ങളിലേക്ക് പകരുക അഭിഷേകം. സഭ മുഴുവനിലേക്കു പകരുക അഭിഷേകം. എല്ലാ കുടുംബങ്ങളിലേക്കു ദൈവഭയത്തിന്റെ അഭിഷേകം, ദൈവഭയത്തിന്റെ അഭിഷേകം റിലീസ്. അഭിഷേകം. പരിശുദ്ധ അമ്മേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ഓരോ വചനവും കൃപയായി സ്വീകരിക്കുവാൻ
ദൈവഭയത്തിൻ്റെ ആത്മാവിൽ ഈ ലോക ജീവിതം നയിക്കുവാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിലായിരിക്കുക. ഈ ലോക ജീവിതത്തിൽ ദൈവഭയത്തോടെ ജീവിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കാനില്ല. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ടതാണ് ദൈവഭക്തി, ദൈവഭയം. പ്രഭാഷകന്റെ പുസ്തകം 25 അധ്യായം 10-11 വചനങ്ങളിൽ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠനാണ്! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭയമുള്ളവരെക്കാൾ ഉത്കൃഷ്ടരായി ആരും തന്നെ ഇല്ല എന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പം എത്ര അത്ഭുതകരമായ, എത്ര ഉത്കൃഷ്ടമായ ജീവിതമാണ് ദൈവഭയത്തോടെയുള്ള ജീവിതം. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയണം. ലോകം വിളിച്ചു പറയും ഇതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല. ദൈവഭയവും ദൈവഭക്തിയെല്ലാം അതെല്ലാം ഒരു പഴഞ്ചൻ ആശയമല്ലേ? ഈ മോഡേൺ വേൾഡിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് നന്നായി എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നാം ജീവിക്കുക. അവിടെ ദൈവഭയത്തിന് എന്താണ് സ്ഥാനം? ഇന്ന് അനേകം മനുഷ്യർ ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം താൻ വിളിച്ചവരെ നോക്കി പങ്കുവെക്കുകയാണ്. ദൈവഭയമുള്ളവരെക്കാൾ ഉത്കൃഷ്ടരായി ആരും തന്നെ ഇല്ല. 11ാമത്തെ വചനം എന്താ പറയുന്നത്? ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു. ദൈവഭയം മറ്റെന്തിനേക്കാളും അതിശയമുള്ളതാണ്. ദൈവഭയം അത്രയും മനോഹരമാണ്. കർത്താവിൻ്റെ ഹൃദയത്തിന് ഒത്തിരിയേറെ ആനന്ദം നൽകുന്നതാണ് ദൈവഭയം. 128 സങ്കീർത്തനം 1 ഈ ജീവിതത്തിൻ്റെ ആ മനോഹാരിത പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ ബ്ലെസ്സഡ് ആണ്, അവർ അനുഗ്രഹീതരാണ്. ആരെല്ലാം കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുവോ, ദൈവഭയത്തോടെ ജീവിക്കുന്നുവോ, അവരെല്ലാം അനുഗ്രഹീതരാണ്, ബ്ലെസ്സഡ് ആണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം നമുക്ക് സാക്ഷ്യം നൽകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു കളിവാക്കല്ല. എത്ര കൃത്യമായാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ ഭയപ്പെടുന്നവർ അനുഗ്രഹീതരാണ്. 115 സങ്കീർത്തനം 13 വചനത്തിൽ വീണ്ടും കർത്താവ് ആവർത്തിക്കുകയാണ്, കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ല സഹോദരങ്ങളെ. ദൈവഭയമുള്ള അതൊരു ചെറിയ കുഞ്ഞാകാം, അതൊരു ടീനേജർ ആകാം, ഒരു യുവാവാകാം, മധ്യവയസ്കനാകാം, പ്രായമുള്ളൊരു വ്യക്തിയാകാം. അവിടെ സീനിയറൊന്നും ജൂനിയറൊന്നും നോട്ടമില്ല. ദൈവഭയമുള്ള സകലരും എന്താണ് വചനം പറയുന്നത്? കർത്താവ് അനുഗ്രഹിക്കും. കണ്ടു, കർത്താവ് അവരെ അനുഗ്രഹിക്കും. കർത്താവ് അവരെ അനുഗ്രഹിക്കും. അവർ ബ്ലെസ്സഡ് ആണ്, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതിനേക്കാളും മഹത്തരമായൊരു ജീവിതമുണ്ടോ? ഇതിനേക്കാളും അതുല്യമായൊരു ജീവിതം നമുക്ക് ലഭിക്കാനുണ്ടോ? ദൈവഭയത്തോടെ ജീവിക്കുന്നതിൻ്റെ ആനന്ദം, ആ ജീവിതത്തിൻ്റെ മാധുര്യം, ആ ജീവിതത്തിൻ്റെ മനോഹാരിത എത്ര ഉന്നതമാണെന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധ വചനം ഇന്നേ ദിനം നമ്മെ അറിയിക്കുന്നത്.
സുഭാഷിത പുസ്തകം 28:14 വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. കണ്ടു, ദിനംതോറും ദൈവഭയത്തോടെ ജീവിക്കുന്നവർ ബ്ലെസ്സഡ് ആണ്, അവർ അനുഗ്രഹീതരാണ്. അവരിൽ നിന്ന് ദൈവാനുഗ്രഹം ഒഴിഞ്ഞു പോവുകയില്ല. ദൈവ സാന്നിധ്യം അവരെ നിരന്തരം പിന്തുടരും. ദൈവശക്തി അവർ എന്നും അനുഭവിക്കും. ദൈവത്തിൻ്റെ പരിപാലന അവർക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നിരന്തരം ദൈവഭയത്തോടെ ജീവിക്കുന്നവർ അവർ ബ്ലെസ്സഡ് ആണ്, അവർ അനുഗ്രഹീതരാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ജീവിതത്തിൻ്റെ അർത്ഥവും ഇതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കി കർത്താവിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ദൈവഭയമുള്ളവരാകുക, ദൈവഭക്തിയിൽ ജീവിക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളാണ്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. അതിൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും കർത്താവ് കൂട്ടിച്ചേർക്കും. നാം തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്തുമാത്രം വചനങ്ങളാണ് ദൈവഭയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണ് ദൈവഭയം. ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ആത്മീയമായ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ വിസ്ഡം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ ജ്ഞാനം ദൈവഭയമുള്ളവരിൽ സമൃദ്ധമായി വസിക്കുന്നുവെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ ബൈബിൾ എടുക്കണം. നിങ്ങൾ ഒന്നിച്ച് ഒരുമിച്ച് ഒരു മനസ്സോടെ വചനങ്ങൾ അഭിഷേക നിറവിൽ വായിച്ച് കൃപ സ്വീകരിക്കണം. ദൈവഭയമുള്ളവരിൽ കർത്താവിൻ്റെ ജ്ഞാനം സമൃദ്ധമായി വസിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് അവരെ നയിക്കുകയാണ്. 111 സങ്കീർത്തനം 10 വചനത്തിൽ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തി അത് ദൈവഭയമാണ്. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും, അവർ അറിവുള്ളവരാകും. സഹോദരങ്ങളെ, ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭയമുള്ളവരിൽ കർത്താവിൻ്റെ ജ്ഞാനം കുടികൊള്ളുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവ് അവരെ നയിക്കുന്നു. ഇന്ന് മറ്റെന്തിനേക്കാളും വളരെ വിലപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാണ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം നമുക്ക് വേണം. കർത്താവിൻ്റെ പദ്ധതികളും തീരുമാനങ്ങളും നാം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മജ്ഞാനം നമ്മളിൽ കുടികൊള്ളണം. ജോബിന്റെ പുസ്തകം 28:28 വീണ്ടും പരിശുദ്ധ വചനം ആവർത്തിക്കുകയാണ്. എന്താണ് തിരുവചനം പറയുന്നത്? അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. എന്താണ് ജ്ഞാനത്തിൻ്റെ ഡെഫിനിഷൻ? ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തിയാണ്. ദൈവ ഭയമാണ് ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആ വചനം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച്. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. എന്താണ് ജ്ഞാനം? ദൈവഭയമാണ് ജ്ഞാനം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, ദൈവഭയമാണ് ജ്ഞാനം. ദൈവഭയമാണ് ജ്ഞാനം. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവഭയമാണ് ജ്ഞാനം. ദൈവഭയമാണ് ജ്ഞാനം. ദൈവഭയത്തോടെ ജീവിക്കുന്ന ഓരാത്മാവിലേക്കും കർത്താവിന്റെ ജ്ഞാനം ഒഴുകപ്പെടുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ആ ആത്മാവിനെ നിരന്തരം വഴി നടത്തുകയാണ്.
കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ, കാലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവം നൽകുന്ന ഓരോ മുന്നറിയിപ്പുകളും സ്വർഗം നൽകുന്ന പ്രവചന അടയാളങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അസംഖ്യം ആത്മാക്കളെ നിത്യജീവനായി നേടുവാനും ഈ ജ്ഞാനം ദൈവഭയമുള്ളവരെ സഹായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുന്നു. സുഭാഷിത പുസ്തകം 9:10 അവിടെ എന്താ പറയുന്നത്? ജ്ഞാനം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ജ്ഞാനം ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായ ദൈവത്തെ അറിയുന്നതാണ് അറിവ്. ഈ വചനങ്ങളെല്ലാം ആവർത്തിച്ച് എന്താ പറയുന്നത്? ദൈവഭയമുള്ളവരിൽ കർത്താവിൻ്റെ ജ്ഞാനം സമൃദ്ധമായി വസിക്കുന്നു. വെളിപാട് പുസ്തകം 17:9 നമുക്ക് കാണാൻ പറ്റും. ഈ അന്ത്യകാലഘട്ടത്തിലായിരിക്കുന്ന എന്നിലും നിങ്ങളിലും ശക്തിയോടെ വെളിപ്പെടേണ്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാണ് ജ്ഞാനം. ജ്ഞാനം 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 മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ഒരുമിച്ച വചനം വായിച്ച്. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. അന്ത്യകാലത്ത് ഈ കാലത്തിന് പ്രത്യേകത തിരിച്ചറിയുവാൻ, കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചനങ്ങൾ ഏറ്റെടുക്കുവാൻ, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വന്തമാക്കുവാൻ പരിശുദ്ധ വചനം പറയാണ്, ഇവിടെയാണ്, ഈ നാളുകളിലാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണോ? പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണോ? ജ്ഞാനമുള്ള മനസ്സ് നമുക്ക് ലഭിക്കണമോ? ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കണോ? ജ്ഞാനമുള്ള ചിന്തകൾ, ജ്ഞാനമുള്ള വാക്കുകൾ, ജ്ഞാനത്തോടു കൂടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധ വചനം പറയുന്നത് എന്താ? നമ്മൾ ദൈവഭയമുള്ളവരാകുക. ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരാത്മാവിലേക്കും ഈ ജ്ഞാനാഭിഷേകം ഒഴുകപ്പെടുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിറയുകയാണ്. എത്ര വലിയൊരു ബ്ലെസ്സിങ് ആ സഹോദരങ്ങളെ. രണ്ടാമത്തെ ബ്ലെസ്സിങ് എന്താണ്? രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? ദൈവ ഭയമുള്ളവരുടെ തലമുറകൾ തോറും ജനറേഷൻ ടു ജനറേഷൻ തലമുറകളിലേക്ക് ദൈവകരുണ ഒഴുകപ്പെടുകയാണ്. ദൈവാനുഗ്രഹം വ്യാപരിക്കുകയാണ്. നമ്മുടെ അമ്മ മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞ ആ ദൈവീക ദൂത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 1-ാം 50 അവിടെ നമ്മുടെ അമ്മ പറഞ്ഞു, അവിടുത്തെ ഭക്തരുടെ മേൽ, ദൈവഭക്തരുടെ മേൽ, ദൈവഭയമുള്ളവരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ തലമുറകളിലേക്കാണ് ദൈവകരുണ സമൃദ്ധമായി ഒഴുകപ്പെടുന്നത്? ആരുടെ തലമുറകളിലേക്കാണ് ദൈവാനുഗ്രഹം വ്യാപരിക്കുന്നത്? ആരുടെ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവഭയമുള്ളവരുടെ. പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു, ദൈവഭയമുള്ളവരുടെ, ദൈവഭക്തരുടെ തലമുറകളിൽ ദൈവകരുണ വർഷിക്കപ്പെടും. അപ്പം കർത്താവിൻ്റെ കരുണയിൽ, കർത്താവിൻ്റെ കൃപയിൽ, കർത്താവിൻ്റെ ജ്ഞാനത്തിൽ, കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ദിനംതോറും തലമുറകളായി നാം ജീവിച്ച് വളരുവാൻ സ്വർഗം തരുന്ന ആലോചന എന്താണ്? ദൈവഭയത്തോടെ ജീവിക്കുക. 103-ാം സങ്കീർത്തനം 17-ാം വചനത്തിൽ വീണ്ടും കർത്താവിൻ്റെ വചനം ആവർത്തിക്കുകയാണ്. ഒരുമിച്ച വചനം വായിച്ച്. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തന്മാരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണമേ, ഒരാഴ്ച കാലത്തേക്കല്ല, 2 ആഴ്ചത്തേക്കല്ല, 1 വർഷത്തേക്കല്ല, 10 വർഷത്തേക്കല്ല. പരിശുദ്ധ വചനം എന്താ പറയുന്നത്? കർത്താവിൻ്റെ കാരുണ്യം
തന്നെ ഭയപ്പെടുന്നവരുടെ മേൽ, തൻ്റെ ഭക്തന്മാരുടെ മേൽ ഫോർ എവർ നിത്യകാലമാണ്, എന്നേക്കുമുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പരസ്പര സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കുന്നു. പരസ്പരം പറഞ്ഞ മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവിന്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും. വീണ്ടും 112 സങ്കീർത്തനം 2 വചനത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. 112 സങ്കീർത്തനം 2 വചനം എന്താ പറയുന്നത്? അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. ആരുടെ സന്തതി? ദൈവഭയമുള്ളവരുടെ, ദൈവഭക്തരുടെ സന്തതികൾ ഭൂമിയിൽ പ്രബലരാകും. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളാ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാ. ഇത് ആർക്കുള്ള വാഗ്ദാനങ്ങളാ? തന്നെ ഭയപ്പെടുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവഭയത്തോടെ ജീവിക്കുന്ന ഓരോ ആത്മാവിനും സ്വർഗം തരുന്ന പ്രോമീസാണിത്. ദൈവഭയമുള്ളവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ സന്താനങ്ങൾ ഈ ഭൂമിയിൽ പ്രബലരായിത്തീരും. നമുക്ക് ഈ വചനങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഇരു കരങ്ങളും ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോട് 3 പ്രാവശ്യം വിളിച്ച്, യേശുവേ, സ്നേഹത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, ഈശോയേ, ഈശോയേ, ഈശോയേ. ദൈവഭയമുള്ളവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിൽ ദൈവഭയമുണ്ടോ? ആ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ തലമുറകളിലേക്ക് കൈമാറി കൊടുക്കേണ്ടത് ഈ ദൈവഭക്തിയാണ്. അതിൽ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ബഹുമാനപ്പെട്ട സമർപ്പിതരും സന്യസ്തരും ഈ പുതുതലമുറയിലേക്ക് ദൈവഭക്തി, ദൈവഭയം പകർന്നു കൊടുക്കുന്നതിൽ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം. കാരണം ആ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ തലമുറകളെല്ലാം നിലനിൽക്കും. ദൈവഭയമുള്ള മക്കൾ ഈ ഭൂമിയിൽ പ്രബലരായിത്തീരും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഇതിനോട് ബന്ധപ്പെട്ട് ദൈവമായ കർത്താവ് വീണ്ടും നമ്മോട് സംസാരിക്കുകയാണ്. സുഭാഷിത പുസ്തകം 14:26 സുഭാഷിതങ്ങൾ 14:26 എന്താ പറയുന്നത്? ദൈവഭക്തിയാണ്, ദൈവഭക്തി, ദൈവഭയമാണ് ബലിഷ്ഠമായ ആശ്രയം. ബലിഷ്ഠമായ ആശ്രയം. മക്കൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും. അപ്പൊ ദൈവഭയമുള്ള അവരുടെ മക്കൾ സുരക്ഷിതരായിരിക്കും. നമ്മൾ ഇന്നലെ കണ്ടു, പൂർവ്വ യാക്കോബ് ദൈവഭയത്തോടെ ജീവിക്കുകയാണ്. യാക്കോബും തൻ്റെ മക്കളും ആ കുടുംബം ബെഥേലിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവർ സഞ്ചരിച്ചിരുന്ന പട്ടണങ്ങളിലെല്ലാം ദൈവഭീതിയുണ്ടായി, അവരെക്കുറിച്ചുള്ള ദൈവഭയമുണ്ടായി. അതിനാൽ യാക്കോബിൻ്റെ മക്കളെ ആരും പീഡിപ്പിച്ചില്ല, ആരും ഉപദ്രവിച്ചില്ല. അവരെക്കുറിച്ചുള്ള ദൈവഭീതി ആ പട്ടണത്തിലുള്ള സകല മനുഷ്യരിലും രൂപപ്പെടുകയാണ്. അപ്പൊ ദൈവഭയമുള്ളവരുടെ മക്കൾ സുരക്ഷിതരായിരിക്കും. അവർ സംരക്ഷിക്കപ്പെടും, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ പൈസ കൊടുത്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണോ? ഈ ലോകത്തിലെ മറ്റേന്തെങ്കിലും സംവിധാനം കൊണ്ട് ഇതുപോലെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പറ്റൂ സഹോദരങ്ങളെ? ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്ന ഈ ആലോചന തിരിച്ചറിഞ്ഞ് നമ്മൾ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക തന്നെ വേണം. വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല, വേറെ ഒരു കുറുക്കു വഴിയുമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇപ്രകാരം ആരെല്ലാം ജീവിക്കുന്നുവോ അവരിൽ ഈ അനുഗ്രഹങ്ങൾ വെളിപ്പെടും, അവരിലേക്ക് ഈ അഭിഷേകം ഒഴുകപ്പെടും, അവരിൽ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ നിറയപ്പെടും. ഇത് കർത്താവിൻ്റെ വചനമാണ്. 118 സങ്കീർത്തനം 4 വീണ്ടും വചനം ആവർത്തിക്കുന്നു, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന്.
കർത്താവിന്റെ ഭക്തന്മാർ ദൈവഭയമുള്ളവർ പറയട്ടെ. ദൈവഭയത്തോടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്. കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞത്, പുഞ്ചിരിച്ച് അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. അവിടുത്തെ വചനം എത്രയോ പരിശുദ്ധമാണ്. ദൈവഭയത്തോടെ കൂടെയുള്ള ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ്. മൂന്നാമത്തെ ബ്ലെസ്സിങ് ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ളവരെ വിവിധങ്ങളായ പരീക്ഷകൾ, എന്തു വലിയ പരീക്ഷയാകട്ടെ, വിവിധങ്ങളായ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. ആ പരീക്ഷകളിൽപ്പെട്ട് അവരുടെ ജീവിതം തകർന്ന് നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. വിവിധങ്ങളായ പരീക്ഷകളിൽ നിന്ന് ദൈവഭയമുള്ളവരെ കർത്താവ് രക്ഷിക്കുകയാണ്. ഇതെന്തുമാത്രം സുരക്ഷിതത്വമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സെക്യൂറാണ്. നമുക്ക് ആർക്കും ഒരു ഇൻസെക്യൂരിറ്റി ആവശ്യമില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം ഭദ്രമാണ്. ദൈവഭയമുള്ളവന്റെ കുടുംബം ഭദ്രമാണ്. അവന്റെ തലമുറ കർത്താവിൻ്റെ കാരുണ്യത്താൽ ഭദ്രമാണ്. പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 പീറ്റർ 2 അധ്യായം ചാപ്റ്റർ 2 വേഴ്സ് 9, 2:9 എന്താണ് പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്? ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. രണ്ടും കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട് സഹോദരങ്ങളെ. ശ്രദ്ധിച്ച് നമ്മൾ ആ വചനം ഒന്നാമത് അവിടെ എന്താ പറയുന്നത്? ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരെ, പാപമ്ലേച്ഛതയിൽ കഴിയുന്നവരെ, അവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. ഈ ആദ്യ വചനം നമ്മൾ എടുത്ത്, ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൈവഭയത്തോടു കൂടെയുള്ള ജീവിതത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 3 അധ്യായം 10 വചനം വളരെ ഈ കാലഘട്ടവുമായി ഉള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വചനമാണത്. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ ലോകത്തിൽ പല വിധത്തിലുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ കാണും. പ്രപഞ്ച വ്യതിയാനങ്ങളുടെ മാറ്റങ്ങൾ കാണുന്നു. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നു നമ്മൾ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ, കോവിഡ് പോലെയുള്ള വളരെ വളരെ മനുഷ്യജീവനെ കൊന്നൊടുക്കുന്ന, നശിപ്പിക്കുന്ന വിധത്തിലുള്ള മാരക വൈറസുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള വിനാശങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന് പരിശുദ്ധ അമ്മ കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ലോകത്തിൽ പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അമ്മ ഇന്ന് വളരെ ശ്രദ്ധയോടെ തൻ്റെ മക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളതിൻ്റെ അടയാളങ്ങൾ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 3 അധ്യായം 10 വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം എന്താ പറയുന്നത്? സകല ഭൂവാസികളെയും എല്ലാ ജനപദങ്ങളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. ആരെ സംരക്ഷിക്കും? ദൈവഭയത്തോടെ ജീവിച്ച ഓരാത്മാവിനെയും കർത്താവ് മുദ്ര വെച്ച് സംരക്ഷിക്കും.
അല്ലാത്തവരെ ആ വിനാശത്തിന്റെ നാളുകളിൽ, ആ പരീക്ഷണങ്ങളുടെ നാളുകളിൽ, ആ കൊടിയ ദുരിതത്തിന്റെയും ഭീകര ദിനങ്ങളുടെ നാളുകളിൽ വലിയ തകർച്ചയും നാശം അനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളെ. അപ്പോഴാണ് ദൈവഭയത്തോടെയുള്ള ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക. പിന്നെ അനുദപിക്കാൻ നേരമുണ്ടോ? നമ്മൾ ദൈവം നമുക്ക് തരുന്ന ഈ ഒരു സമയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളായിരിക്കുന്ന ആളുകളിൽ കർത്താവ് എന്തുമാത്രം സാധ്യതകളാണ് തരുന്നത്. ദൈവഭയത്തോടെ ജീവിക്കുവാൻ നമുക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി തരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൗകര്യാർത്ഥം, ചില സുഖങ്ങൾക്ക് വേണ്ടി, ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സുഖലോലുപത അനുഭവിക്കാൻ വേണ്ടി, ലോകാരൂപിയിൽ ജീവിക്കാൻ വേണ്ടി അവസരങ്ങളും സാധ്യതകളും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അതിനെ കനത്ത നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ, വിനാശങ്ങളുടെ, കൊടിയ ദുരിതങ്ങളുടെ ആ നാളുകളിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. ആരെ സംരക്ഷിക്കും? ദൈവഭയമുള്ള ആത്മാക്കളെ കർത്താവ് സംരക്ഷിക്കും. പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് പറയുന്നു. ആരെ? ദൈവഭയമുള്ളവരെ. എല്ലാവരും ഒന്നിച്ചേറ്റ് പറഞ്ഞേ, ദൈവഭയമുള്ളവരെ. ദൈവഭയമുള്ളവരെ. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ, ദൈവഭയമുള്ളവരെ. ദൈവഭയമുള്ളവരെ. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്തുമാത്രം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ആ പരീക്ഷണങ്ങളിലെല്ലാം കർത്താവ് അബ്രഹാമിനെ സംരക്ഷിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. ഉൽപ്പത്തിയുടെ പുസ്തകം 22:12 ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളിൽ കർത്താവ് അബ്രഹാമിനെ സഹായിച്ചത്, കർത്താവ് അബ്രഹാമിനെ പ്രൊട്ടക്ട് ചെയ്തത്, കർത്താവ് അബ്രഹാമിനെ പരിപാലിച്ചത്? അവിടെ എന്താ പറയുന്നത്? നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. ഒരുമിച്ച് ഉച്ചസ്വരത്തിൽ ആ വചനം ഏറ്റുപറഞ്ഞേ, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. ഇത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ അബ്രഹാം കടന്നുപോയപ്പോൾ ആ പരീക്ഷണങ്ങളിലും പരിശോധനകളിലും അവൻ വിശ്വസ്തനായി ജീവിച്ചു. തന്റെ വിശ്വസ്തത അബ്രഹാം വെളിപ്പെടുത്തി. ദൈവം സാക്ഷ്യപ്പെടുത്തുകയും, അബ്രഹാമേ, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അപ്പോൾ വിവിധങ്ങളായ പരീക്ഷകളിൽ നിന്ന് അബ്രഹാമിനെ കർത്താവ് രക്ഷിച്ചതും സഹായിച്ചതും സപ്പോർട്ട് ചെയ്തതിൻ്റെയും കാരണം എന്താ? അവൻ ദൈവഭയമുള്ളവനായിരുന്നു. അവൻ ദൈവഭയമുള്ളവനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. നമ്മൾ പാടുന്നില്ലേ? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഒരു പരീക്ഷണങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട. ഏത് പരീക്ഷണമാകട്ടെ, എത്ര വലിയ പരിശോധനയാകട്ടെ, ആ പരിശോധനകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവിനറിയാം. കർത്താവിനറിയാം. ദൈവഭയമുള്ളവരെ, എത്ര ആശ്വാസം തരുന്നൊരു വചനമാണ്. നമ്മൾ നോഹയുടെ ജീവിതത്തിലേക്ക് വാ. ആ ജലപ്രളയ നാളുകളിൽ സകലരും നശിച്ചുപോയി, സകല വിഷലാദികൾ വരെ നശിച്ചുപോയി. എന്നാൽ നോഹയുടെ കുടുംബത്തെ കർത്താവ് രക്ഷിച്ചു. നോഹയുടെ കുടുംബത്തെ കർത്താവ് പ്രത്യേകമായി പ്രൊട്ടക്ട് ചെയ്തു. എന്തുകൊണ്ട് സഹോദരങ്ങളെ? നോഹ ദൈവഭയമുള്ളവനായിരുന്നു. ഹെബ്രായ പുസ്തകം 11:7 കർത്താവിൻ്റെ പരിശുദ്ധ വചനം നോഹയെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യം എന്താണ്? വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി
ഭയഭക്തിയോടെ കണ്ടോ, പെട്ടകം തന്റെ നിർമ്മിച്ചത്. വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവഭയത്തോടെ ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, നോഹ ദൈവഭയമുള്ളവനായിരുന്നു. ആ കാലഘട്ടത്തിന് മേൽ കടന്നു വന്ന ആ ന്യായവിധിയിൽ ഉൾപ്പെട്ട് നശിച്ചു പോകാതെ ആ പ്രളയത്തിൽ നിന്ന് കർത്താവിന്റെ കരങ്ങൾ നോഹയെയും അവന്റെ കുടുംബത്തെയും രക്ഷിക്കുകയാണ്. അപ്പൊ എത്ര കൃത്യമാണ് ഈ വചനം! ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. സഹോദരങ്ങളെ, ലിറ്ററലി ആക്ഷരികമായി കർത്താവ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ നാളുകളിലും കർത്താവ് പ്രവർത്തിക്കും. അതുകൊണ്ട് പകർച്ചവ്യാധികളെ, മഹാമാരികളെ, പ്രകൃതിക്ഷോഭങ്ങളെ, മറ്റു ദുരിതങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ അവിവേകം കാണിക്കാനല്ല പറഞ്ഞു വരുന്നത്, ഭയപ്പെട്ട് നമ്മൾ അസ്വസ്ഥരാകേണ്ട. അതിൽ നിന്നെല്ലാം തന്നെ ഭയപ്പെടുന്നവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവിനറിയാം. കരങ്ങളടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. നാലാമത്തെ ബ്ലെസ്സിങ് നിങ്ങൾ ശ്രദ്ധിക്കണമേ. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്. എന്ത്? കർത്താവിന്റെ സൗഹൃദവും തൻ്റെ ആലോചനയും തന്നെ ഭയപ്പെടുന്നവർക്കാണ് കർത്താവ് നൽകുന്നത്. കർത്താവിന്റെ സൗഹൃദം ആർക്കുള്ളതാണ്? അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. തൻ്റെ ആലോചനകൾ കർത്താവ് ആരെയാണ് അറിയിക്കുന്നത്? എല്ലാവരെയൊന്നും കർത്താവ് അറിയിക്കില്ല സഹോദരങ്ങളെ. തൻ്റെ മനസ്സ് എല്ലാവർക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കില്ല. തന്നെ പ്രസാദിപ്പിച്ച് ദൈവഭയമുള്ളവരെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നുവെന്ന് വിവിധങ്ങളായ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ശ്രദ്ധിക്കണം, കർത്താവ് തൻ്റെ ആലോചന വെളിപ്പെടുത്തി കൊടുക്കുന്നത്, തൻ്റെ മനസ്സറിയിക്കുന്നത് തന്നെ ഭയപ്പെടുന്നവരെയാണ്, ദൈവഭയമുള്ള ആത്മാക്കളിലാണ്. 25-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. എത്ര മനോഹരമായ വചനമാണിത്! എത്ര അനുഗ്രഹദായകമായ തിരുവചനമാണ്! കർത്താവിന്റെ സൗഹൃദം, കർത്താവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി, അതാർക്കുള്ളതാണ് സഹോദരങ്ങളെ? അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ന് ഈ ഇൻറ്റിമസിയിലാണ് വളരേണ്ടത്. കർത്താവുമായിട്ടുള്ള വിട്ടുപിരിയാത്തൊരു ബന്ധം നമുക്കുണ്ടാകണം. ഇന്ന് അനേകർക്ക് ആത്മീയ ജീവിതം ബോറിംഗ് ആയി തോന്നുന്നു, വിരസമായി തോന്നുന്നു. അത് ഈ വിശുദ്ധർക്ക് പോലെയുള്ള വിശുദ്ധാത്മാക്കൾക്ക് പറ്റത്തുള്ളൂ. ഞങ്ങളൊക്കെ സാധാരണക്കാരാ, ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? തെറ്റിദ്ധാരണയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്? കർത്താവ് നമുക്ക് ജീവിക്കുന്ന യാഥാർത്ഥ്യമായി നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവുമായി നമുക്കൊരു വ്യക്തിപരമായി എൻകൗണ്ടർ, കണ്ടുമുട്ടലില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ഉണങ്ങിപ്പോകുന്നു, വരണ്ടു പോകുന്നു, ബോറിംഗായി തോന്നുന്നു, വിരസതയായി തോന്നുന്നു. അതെന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ലെന്ന് ചിന്തിച്ച് നമ്മൾ പിന്മാറിപ്പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. നമ്മൾ ഇന്ന് വളരേണ്ടത് കർത്താവിനോടുള്ള ബന്ധത്തിലാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ. ഈ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ എല്ലാ തകർച്ചയുടെയും കാരണം. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തകർച്ചയുടെയും കാരണം കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവിനെ ലൗകികമായി ജീവിക്കാൻ പറ്റുകയില്ല, ജഡീകരായി ജീവിക്കാൻ പറ്റുകയില്ല, ഈ ലോകം കണ്ട് ജീവിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി ജീവിതം വ്യർത്ഥമാക്കി കളയുവാൻ സാധിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്ന ഓരാത്മാവും ദൈവഭയത്തോടെ ജീവിക്കുന്നവളാകും. കർത്താവിൻ്റെ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് ആർക്കുള്ളതാ? ഞാൻ ചോദിക്കട്ടെ,
കർത്താവുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ, ആ ഫ്രണ്ട്ഷിപ്പ്, അതിനേക്കാൾ മനോഹരമായ മാധുര്യമുള്ള എന്തെങ്കിലും ഉണ്ട് സഹോദരങ്ങളെ? തന്നെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. ആ വചനത്തിന്റെ 2ാം ഭാഗം എന്താ നമ്മോട് പറയുന്നത്? അവിടുന്ന് തന്റെ ഉടമ്പടി, അവിടുന്ന് തന്റെ ഉടമ്പടി, തന്റെ ആലോചനകൾ, തന്റെ വാഗ്ദാനങ്ങൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തന്റെ മനസ്സ് അവരെ അറിയിക്കും. വേറെ ആരെയും അറിയിക്കുന്നില്ല കർത്താവ്. ദൈവഭയത്തോടെ ജീവിക്കുന്ന ആത്മാക്കൾക്ക് തന്റെ മനസ്സ് കർത്താവ് അറിയിപ്പിക്കും. തന്റെ പദ്ധതികൾ അവരോട് പറയും, തന്റെ തീരുമാനങ്ങൾ അവരെ അറിയിക്കും, തന്റെ ആലോചനകൾ അവരെ അറിയിക്കും. എത്ര ബ്ലെസ്സിങ് ആണത്! ഇതിനേക്കാൾ ഒരു അനുഗ്രഹം ഉണ്ട് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാലും നമുക്ക് ഈ അനുഗ്രഹം കിട്ടുമോ? കർത്താവിന്റെ ആലോചന ഏറ്റെടുക്കുവാൻ, കർത്താവിന്റെ ഉടമ്പടി താൻ അറിയിക്കുന്നത് ആരെയാണ് പ്രിയപ്പെട്ടവരെ? തന്നെ ഭയപ്പെടുന്നവരെ. ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ടോ? ദൈവഭയത്തോടെ ജീവിക്കുന്നതിന്റെ സമ്പന്നത എത്ര വലുതാണ്, അതെത്രയോ ശ്രേഷ്ഠമാണ്. ഈശോ 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 സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നമ്മുടെ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലാണ്, അവിടെ യാക്കോബിന്റെ ലേഖനം 2:23 പറയുന്നത്. അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. അബ്രഹാം ദൈവത്തിന്റെ ആരായിരുന്നു? ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ആ ഇന്റിമസി, വിട്ടുപിരിയാത്തൊരു ബന്ധം. ദൈവത്തിന്റെ സ്നേഹിതനായി അബ്രഹാം അറിയപ്പെട്ടു. അവൻ എൻ്റെ സ്നേഹിതനാണെന്ന് ദൈവം തന്നെയാണ് വിളിച്ചത്. അതിന് കാരണം എന്താണെന്നറിയോ? ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 17-ഉം 18-ഉം വചനങ്ങൾ നമ്മൾ വായിക്കണം. ഒരുമിച്ച് വായിച്ച് കർത്താവ് ആലോചിക്കുകയാണ്, അബ്രഹാം മഹത്വവും ശക്തവുമായൊരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണമോ? കൊണ്ടു ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണമോ? അവൻ ദൈവഭയമുള്ളവനായിരുന്നുവെന്ന് ഉൽപ്പത്തി 22:12 നമ്മൾ പഠിച്ചു. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായി. ദൈവത്തിന്റെ സാക്ഷ്യമാണ്. അപ്പൊ ദൈവം തന്റെ ആലോചന അറിയിക്കുകയാണ്, തന്റെ മനസ്സറിയിക്കുകയാണ്. അബ്രഹാം, ഇതാ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇന്ന ചില ഉദ്ദേശങ്ങളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചില പദ്ധതികളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരു സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് അബ്രഹാമിനോട് പങ്കുവെക്കുകയാണ്. എത്ര അനുഗ്രഹീതമായൊരു അനുഭവം, എത്ര ശ്രേഷ്ഠമായൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ മനസ്സ് കർത്താവ് നമ്മൾ അറിയിക്കുന്നത്. ഇത് ആർക്കാ ലഭിക്കുന്നത്? ദൈവഭയമുള്ളവർക്കാണ്. അവിടുത്തെ ആലോചന അവരറിയിക്കും. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആലോചന, മാതാപിതാക്കളെ, നമ്മൾ ദൈവഭയമുള്ളവരാണെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തീരുമാനങ്ങൾ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികൾ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ആ മക്കളുടെ മാതാപിതാക്കളെ കർത്താവ് അറിയിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മക്കൾ ആരും ആവട്ടെ, അതിന് ചെറുപ്പ വലുപ്പമില്ല. ഒരു കുഞ്ഞാകട്ടെ, ഒരു ടീനേജർ ആകട്ടെ, ഒരു യുവാവാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിന് വചനം എന്താ പറയുന്നത്? സങ്കീർത്തനം 25:12 ഒരുമിച്ച വചനം വായിക്കണം. സാംസ് 25:12 12 പറയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി, അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവ് വഴി പറഞ്ഞു കൊടുക്കും, പോകേണ്ട വഴി കാണിച്ചു കൊടുക്കും, ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. തൻ്റെ ഉപദേശങ്ങൾ, തൻ്റെ ആലോചനകൾ, തൻ്റെ പദ്ധതികൾ, തൻ്റെ തീരുമാനങ്ങൾ കർത്താവ് അവരെ അറിയിക്കുകയാണ്. ആരെ? തന്നെ ഭയപ്പെടുന്നവരെ. തന്നെ ഭയപ്പെടുന്നവർക്ക് തൻ്റെ ആലോചനകള്, അവർ തിരഞ്ഞെടുക്കേണ്ട വഴികള്, അവർ ചെയ്യേണ്ട കാര്യങ്ങള് കർത്താവ് കൃത്യമായി അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇത് നമ്മൾ സ്വന്തമാക്കണ്ടേ, ഈ കാലഘട്ടത്തിൽ നമ്മളിത് പ്രാപിക്കണ്ടേ. നമ്മളിത് സ്വന്തമാക്കാതെ ജീവിച്ചാൽ ഈ ജീവിതത്തിൽ എന്തെല്ലാം സ്വന്തമാക്കിയാലും അതുകൊണ്ട് എന്ത് പ്രയോജനം സഹോദരങ്ങൾ? അതുകൊണ്ട് എന്ത് പ്രയോജനം? നത്തിങ്. ഒരു പ്രയോജനവുമില്ല, വട്ടപൂജ്യമാണ്. നിത്യതയിൽ ഈ ലോകത്തിൽ നമ്മൾ നേടിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനം, ഒരു മുട്ടുസൂചി വരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം. അഞ്ചാമത്തെ ബ്ലെസ്സിങ് ആണ്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ആത്മീയവും ഭൗതികവും ഒന്നിനും കുറവില്ലാതെ അവരെ പരിപാലിക്കും. കർത്താവ് തൻ്റെ വിശ്വസ്തത അവരിൽ വെളിപ്പെടുത്തും. തൻ്റെ പരിപാലനയുടെ കരം കർത്താവ് അവർക്കായി നീട്ടിക്കൊടുക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ പ്രോമിസാണിത്. ഈ പ്രോമിസിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതം അങ്ങനെ ക്രമപ്പെടുത്ത്. 34-ാം സങ്കീർത്തനം 9-10 വചനങ്ങൾ. Psalms 34 verse 9 and 10. 9-10 വചനങ്ങൾ എന്താ പറയുന്നത്? കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവീൻ. കർത്താവിന്റെ ജനമേ, ദൈവഭയത്തോടെ ജീവിക്കുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദത്തോടെ ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാവരും നേറ്റു പറഞ്ഞേ, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വസിച്ച് പറഞ്ഞേ, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവത്തിന്റെ പരിപാലനം അവർ അനുഭവിക്കും സഹോദരങ്ങളെ, അവരനുഭവിക്കും. 10-ാം വചനത്തിൽ പറയാ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവ് വരുത്താതെ അവരെ കർത്താവ് പരിപാലിക്കും. കർത്താവിന്റെ പ്രൊവിഡൻസ് അവർക്ക് കർത്താവ് പകർന്നു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ജൈറേ, കരുതുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ ആത്മീയം ഭൗതികമായ ഏത് ആവശ്യത്തെയും കരുതുന്ന ദൈവം. യഹോവ ജൈറേ, the Lord will provide. കർത്താവ് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. ആർക്ക്? തന്നെ ഭയപ്പെടുന്നവർക്ക്. അതുകൊണ്ട് അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത്, ഉൽപ്പത്തിയുടെ പുസ്തകം 22:14 എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. ആ സ്ഥലത്തിന് അബ്രഹാം എന്താ പേരിട്ടത്? യാഹവീരേ, യഹോവ ജൈറേ, കരുതുന്ന ദൈവം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഷെക്കേന ന്യൂസിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നിങ്ങളോട് പല പ്രാവശ്യം പങ്കുവെച്ചിട്ടുള്ളതാണ്. വളരെ സാധാരണക്കാരായ നമ്മൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ബിലോ ആവറേജ്, സാമ്പത്തിക കാര്യത്തിൽ ബിലോ ആവറേജ്, ലോക പരിജ്ഞാനം വട്ടപൂജ്യം, മീഡിയ നോളജ് 0 അല്ല, നെഗറ്റീവ്. ഇങ്ങനെ ലോകദൃഷ്ടിയിൽ ബോഷന്മാരായ, പൊട്ടന്മാരായ സാധാരണക്കാരായ നമ്മിലൂടെ തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി ഈ ന്യൂസ് ചാനൽ ഷെക്കേന ന്യൂസിനെ കർത്താവ് ജന്മം കൊടുക്കുകയാണ് സഹോദരങ്ങളെ. ഓരോ മാസവും നമുക്ക് ഏകദേശം 50 ലക്ഷം, 5 ലക്ഷമല്ല 50 ലക്ഷം രൂപ വേണം. അത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് നടന്നു പോകാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് പുതിയ എക്യുപ്മെൻസുകളോ മറ്റാവശ്യങ്ങൾ വന്നാൽ എക്സ്ട്രാ അതിനെ പണം വേണം. അതിന് ആവശ്യമായ എഫിഷ്യൻ്റായ സ്റ്റാഫുകൾ ഉണ്ടാകണം. അതിനെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടണം, കൃത്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ച, വളരെ ടെൻഷൻ പിടിച്ച ഒരു വലിയൊരു ശുശ്രൂഷയാണ് ഈ ഒരു ശുശ്രൂഷ. ഒരു വാർത്താ ചാനൽ ആയതുകൊണ്ട് അതിൻ്റെ ഏറെ കൂടുതൽ ടെൻഷൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒത്തിരി ഞെരുക്കമുണ്ട്, കഷ്ടപ്പാടുണ്ട്, കൊടിയ സഹനങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം എത്ര കൃത്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല.
എൻ്റെ സഹോദരങ്ങളെ, എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്! എത്ര വിശ്വസ്തയോടെയാണ് അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നത്! ആരെല്ലാം ദൈവഭയത്തോടെ ജീവിക്കുന്നുവോ അവർക്കൊരു കുറവും വരുത്താതെ അവരെ പരിപാലിക്കുവാൻ, അവരെ പോറ്റി വളർത്തുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവരെ കരം പിടിക്കുവാൻ ഇന്നും ശക്തനാണ് നമ്മുടെ കർത്താവായ ഈശോ. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ചപ്പും ചവറിന്റെ പുറകെ പോയി നിന്റെ ജീവിതം നശിപ്പിക്കാതെ നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുക്ക്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ ഒരു ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായൊരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാനുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? ഈ ലോകത്തിൽ ലഭിക്കാനുണ്ടോ? ജഹോവ ജൈറേ, കരുതുന്ന കർത്താവ്. സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്നു വലഞ്ഞാലും, സിംഹക്കുട്ടികൾക്ക് ഇരക്കിട്ടാതെ വിശന്നു വലയേണ്ട ഒരു സമയം വരില്ല. കാരണം കാട്ടിലെ രാജാവാണ് സിംഹം. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിരിക്കുന്നൊരു കാര്യമാണ്. സിംഹക്കുട്ടികൾക്ക് എന്നും കുശാലായി ശാപ്പാടാണ്. കാരണം സിംഹം വളരെ ശക്തനായ മൃഗമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇനി ഈ സിംഹക്കുട്ടികൾക്ക് ആഹാരം കിട്ടാത്ത കഠിനമായൊരു ക്ഷാമം വന്നാലും, ആ കഠിന ക്ഷാമ കാലത്ത് പോലും തന്നെ ഭയപ്പെടുന്നവരെ, തന്നെ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുവാൻ, പോറ്റി വളർത്തുവാൻ, ഒന്നിനും കുറവില്ലാത്ത വിധം അവരെ വഴി നടത്തുവാൻ സർവശക്തനും സർവാധിപനുമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമ്മുടെ കർത്താവ് ഓൾമൈറ്റി ആണ്, ഓൾ സഫിഷ്യന്റ് ആണ്. യെസ്, അവൻ എൽഷദായി ആണ്, സർവശക്തനായ ദൈവം. അവനെ ഭയപ്പെട്ട് ജീവിക്കും. നമുക്ക് ഇനി ഈ ഭയം നഷ്ടപ്പെട്ടു. നമുക്ക് ആ സ്പിരിറ്റ് ഓഫ് റെവറൻസ് വിട്ടുപോയി. ഏത് തോന്നിവാസം കാണിക്കാനും, എന്ത് വൃത്തികേട് ചെയ്യാനും നമുക്കൊരു മടിയില്ല. വിശുദ്ധ സ്ഥലത്തെ പോലും ഇന്ന് മലിനപ്പെടുത്തുന്നു. പരിശുദ്ധ ആൾത്താരകൾ പോലും ഇന്ന് മലിനപ്പെടുമാറ് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ ഇവിടെ നടക്കണ സഹോദരങ്ങളെ. ഇറ്റ്സ് എ സാക്രിലേജ്. ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങളാ. എന്ത് ഈ തകർച്ചയുടെ കാരണം? ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോയി. സ്പിരിറ്റ് ഓഫ് റെവറൻസ്, a holy fear നമുക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ അധപതനത്തിൻ്റെ കാരണം സഹോദരങ്ങളെ. പരിശുദ്ധ വചനം പറയുന്നു, ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് കഷ്ടതയുണ്ട് മക്കളെ. ആർക്ക് കഷ്ടതയില്ലാത്ത? സഹനങ്ങളുണ്ട്, കൊടിയ വേദനകളുണ്ട്, ദുരിതങ്ങളുണ്ട്. എന്നാൽ ആ ദുരിതങ്ങളിലും ആ കഷ്ടതകളിലും കർത്താവ് കരം പിടിക്കും. കർത്താവ് കരം പിടിക്കും. നമ്മൾ പാടുന്നില്ലേ, ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താദി കർത്തരെ പിന്തുടർന്നിടും. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ഇതാരുമായിട്ടുള്ള യാത്രയാ? കർത്താവുമായി യാത്ര ചെയ്യും. ആ യാത്രയിൽ കഷ്ടതയുണ്ട്. ഈ വിശ്വാസ യാത്രയിൽ സഹനങ്ങളുണ്ട്. ഈ ഫെയ്ത്ത് ജേണിയിൽ ദുരിതങ്ങളും കൊടിയ സഹനങ്ങളുണ്ട് മക്കളെ. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുക. നമ്മെ അവന്റെ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ അനാഥരാകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Praise the Lord. Praise the Lord. Praise the Lord. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. അവൻ എത്രയോ നല്ലവനാണ്. നമുക്ക് ഇങ്ങനെ കർത്താവിന് കിട്ടിയില്ല സഹോദരങ്ങളെ. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആയൊരു ജനതയാ. നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. ഇത് മറന്ന് ജീവിക്കരുത്. കർത്താവിനെ വേദനിപ്പിക്കരുത്. കർത്താവിനെ സങ്കടപ്പെടുത്തരുത്. അവൻ നമുക്ക് എല്ലാറ്റിനും ഉപരിയാണ്. Praise the Lord. Praise the Lord. ഞാൻ അവസാന ഭാഗത്തോട്ട് വരികയ സഹോദരങ്ങളെ. ആറാമത്തെ ബ്ലെസ്സിങ്, സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്താണ്?
ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവഭയമുള്ളവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവഭയമുള്ളവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്. ഹെബ്രായ പുസ്തകം 5:7 എന്താണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നത്? തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം ശ്രദ്ധിക്കണമേ, ഫിയർ ഓഫ് ദ ലോർഡ്. ഇതാ നമുക്കിന്ന് വേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ദൈവഭയത്തിന്റെ അരൂപിയാണ്. ദൈവഭയത്തിന്റെ അരൂപി നമ്മളെ കുടുംബങ്ങളെ വിട്ടുപോയി. നമ്മുടെ കുടുംബങ്ങളിൻ്റെ അവസ്ഥ എന്താ ഇന്ന്? നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ നിന്നും എൻ്റെ അമ്മമാരെ നമ്മൾ അനുദപിക്കേണ്ട സമയമാണിത്. നമ്മളിന്ന് ആത്മശോധന ചെയ്യണം. പ്രാർത്ഥനയും പരിത്യാഗവും പരിഹാര ശുശ്രൂഷകളും നമ്മുടെ പല കോൺവെന്റുകളിൽ നിന്നും പടിയിറങ്ങിപ്പോയി. സുഖാരൂപി, ലോകാരൂപി നമ്മളെ വട്ടമിട്ട് പിടിച്ചിരിക്കുക. അതുകൊണ്ടല്ലേ നമ്മുടെ ശക്തി കിട്ടുപോകുന്നത്. നമ്മളിന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവിടെ ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. എൻ്റെ അമ്മമാരെ, ബഹുമാനപ്പെട്ട എൻ്റെ സമർപ്പിതരെ, സന്യസ്തരെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മൾ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് അനുദപിക്കേണ്ട സമയമാണ്. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. എത്ര കൃത്യവചനം! ദൈവഭയമുള്ള ആത്മാക്കളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരുന്നു. നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കണം. നമ്മുടെ കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സഭയിൽ ദൈവഭയത്തിൻ്റെ അരൂപി കാട്ടുതീ പോലെ പടരുവാൻ കണ്ണുനീരോടെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ അരൂപി കത്തിപ്പടരുവാൻ കർത്താവിന്റെ പരിശുദ്ധമായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ പാടുന്നു. ദൈവഭയത്തിൻ ആത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ സഭയിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ സഭയിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ സഭയിൽ വന്നു നിറയണമേ. അവസാനമായി ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗം തരുന്ന വളരെ പ്രഷ്യസ് ആയ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ് ഇറ്റേണൽ സാൽവേഷൻ, ഇറ്റേണൽ ലൈഫ്. നമ്മുടെ പ്രത്യാശ അതാണ് സഹോദരങ്ങളെ. നമ്മൾ ഈ ലോകം കണ്ട് ഇത് ചപ്പും ചവറുമല്ലേ, ഇവിടെ എത്ര കൊല്ലം ജീവിക്കാം? സങ്കീർത്തകൻ പറയുന്നത് 70 ഏറിയാൽ 80, അത്രയുള്ളൂ ജീവിതം. ഒരു മുട്ടു സൂചി വരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഈ ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ പോയി നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നത്? ദൈവഭയത്തോടെ ജീവിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക, നിത്യതയുടെ പ്രത്യാശയിൽ നമ്മുടെ തലമുറകളെ വളർത്തുക. കർത്താവിനോട് ഡിവോട്ടഡായ ഒരു യുവതലമുറയെ, ഒരു യുവനിരയെ നമ്മൾ വാർത്തെടുക്കേണ്ട സമയമായി സഹോദരങ്ങളെ. ഇറ്റേണൽ സാൽവേഷൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. മലാക്കിയുടെ പുസ്തകം, ആ വചനം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. 3-ാം അധ്യായം, അവിടെ 16, 17, 18 വചനങ്ങൾ. ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ്. തന്നെ ഭയപ്പെടുന്നവർക്കുള്ള കർത്താവിൻ്റെ പ്രോമിസാണ്. ആ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. ദൈവഭയമുള്ളവർ പരസ്പരം സംസാരിക്കുന്നത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു.
കർത്താവ് ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഷാർപ്പ കർത്താവിൻ്റെ കാതുകൾ, വളരെ ഷാർപ്പ കർത്താവിൻ്റെ കണ്ണുകൾ. 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ള കണ്ണ്. അ ഗ്ലോറിയസ് ജീസസ്, മഹത്വപൂർണനായ നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം പറയുന്നത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. ശ്രദ്ധയോടെ കർത്താവ് കേൾക്കുകയാണ്. ഇതൊക്കെ കർത്താവ് കേട്ടുകൊണ്ടിരിക്കുക, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഈ ക്യാമറയിലല്ല, കർത്താവിൻ്റെ സൂപ്പർ സോണിക് കമ്പ്യൂട്ടറിൽ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. കർത്താവിനെ ഭയപ്പെടുന്നവരും കർത്താവിനെ ഭയപ്പെടാതെ അഹങ്കാരത്തോടെ ഗർവോടെ ജീവിക്കുന്നവർ പറയുന്നതും കർത്താവ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ കർത്താവിൻ്റെ നാമം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനകളിൽ എപ്പോഴും കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ പരിശുദ്ധി, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ വിശ്വസ്തത ഇതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം. ആ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം തന്നെ സ്വർഗത്തിൽ എഴുതപ്പെട്ടു. ഇപ്പൊ ദൈവഭയമുള്ളവരുടെ പേരുകൾ എഴുതാൻ തന്നെ സ്വർഗത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറപ്പാണ് അവർക്ക് ഇറ്റേണൽ സാൽവേഷൻ, ഇറ്റേണൽ ലൈഫ്. ആർക്കാണ് ഇറ്റേണൽ ലൈഫ്? ദൈവഭയത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കാണ്. അവസാന വചനത്തിൽ 18-ാം വചനത്തിൽ കർത്താവ് പറയാണ്, അപ്പോൾ നിങ്ങൾ അറിയും. എന്തറിയും? നിത്യതയിലാണ്. ആ ഫൈനൽ ജഡ്ജ്മെന്റ് കിട്ടുകതയല്ലാട്ടോ. ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. നമ്മൾ നിൽക്കണം. ആ നിൽപ്പൊന്ന് ഭാവന കണ്ടു നോക്കി, ഒന്ന് കണ്ടു നോക്കി. പേടിപ്പിക്കാൻ പറയല്ല സഹോദരങ്ങളെ, സത്യം പറയാണ്. ഇന്ന് നമ്മൾ ഭയപ്പെടുന്നത്, നമ്മൾ ദൈവഭയത്തോടെ ജീവിച്ചാൽ നമുക്കത് ആനന്ദമാണ്. കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്നത് എത്ര സന്തോഷദായകമാണ്. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടെ തിരിച്ചറിയും. അങ്ങനെ ഒരു ദിനമുണ്ടോ? അങ്ങനെ ഒരു ദിനമുണ്ട് സഹോദരങ്ങളെ, ജഡ്ജ്മെന്റ് ഡേ. അത് കെട്ടുകഥയല്ലാട്ടോ. അത് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ദൈവഭയത്തോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, കർത്താവിനോടുള്ള വിട്ടുപിരിയാത്ത ബന്ധത്തിൽ, അവനോടുള്ള ഐക്യതയിൽ നാം ജീവിക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ജീവിതം ഈ ലോകത്തിൽ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കാനില്ല. ദൈവഭയത്തിൻ്റെ ആത്മാവെന്നുള്ള ഈ ശുശ്രൂഷയിൽ ഈ 5-ാം ദിനത്തിൽ ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ നമ്മെ പഠിപ്പിച്ചത്. ഈ വചനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ദൈവഭയത്തോടെ ജീവിക്കുവാൻ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയുമോ പരിശുദ്ധ കുർബാനയിൽ ഭയഭക്തി ആദരവോടെ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുവാൻ പരിശുദ്ധമായ മധുബഹയുടെ മുൻപിൽ നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങൾ ഈ ന്യൂസ് മീഡിയയായി ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇത് ഷാലോമും ഗുഡ്നസ് പോലെയുള്ള ഒരു സ്പിരിച്വൽ ചാനൽ മാത്രമല്ല, ഇത് ന്യൂസ് മീഡിയ ആയതുകൊണ്ട് നമ്മൾ വാർത്തകളിലുള്ള ചില കാര്യങ്ങൾ സത്യസന്ധമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രതിസന്ധികളൊക്കെയുണ്ട്. അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ കഴിയുന്നത്. നമ്മുടെ സമുദായത്തിൻ്റെയും നമ്മുടെ സഭയുടെയും കർത്താവ് വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ വിശ്വാസം അത് പ്രതിരോധിക്കുവാനും അത് കാത്തു സൂക്ഷിക്കുവാനും അത് തലമുറകളിലേക്ക് കൈമാറി കൊടുക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ദൈവജന ചില മുന്നറിയിപ്പുകൾ കൊടുക്കേണ്ടി വരും. ചെന്നായ്ക്കള് നമ്മളെ കടിച്ചു കയറാൻ വരുമ്പോൾ ഇത് ചെന്നായാണ്, ഇതാ വരുന്ന വാള്, ഇതാ വരുന്ന ചില ഇത് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒരു ക്രമമായി പോകണമെങ്കിൽ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന വേണം. ശക്തമായ പ്രാർത്ഥനയുടെ കോട്ട നിങ്ങൾ ഉയർത്തണം. അപ്പം എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട്, ഒപ്പം തന്നെ ഷാലോമിനും ഗുഡ്നസിനും സഭയിലെ മറ്റെല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടിയും തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം.
ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ മാസം 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം പോയിട്ട് 50,000 രൂപ നമ്മുടെ കയ്യിലില്ല. സാധാരണക്കാരാണ് നമ്മളൊക്കെ. ദൈവജനത്തിൻ്റെ സമർപ്പണത്തിലൂടെയാണ് ഈ ശുശ്രൂഷ പോകുന്നത്. നമുക്കറിയാം, ക്യാൻറ്റീൻ, ഞാൻ കഴിഞ്ഞ പല ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ. അഭിവന്യ പിതാക്കന്മാരും വന്യ വൈദികരും. ഇപ്പം ഇന്ന് തന്നെ 2-3 അച്ഛന്മാരിവിടെ ഉണ്ടായിരുന്നു. ജെയിംസ് മാക്കിലച്ഛൻ, ബോസ്കോ ഞാളിയത്തച്ഛൻ, അതുപോലെ തന്നെ വേറെ 1-2 വൈദികരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്രമിക്കുക. അങ്ങനെയുള്ള വൈദികരും പിതാക്കന്മാരും ആത്മായ പ്രേക്ഷിതർക്ക് വരുമ്പോൾ ഈ മീഡിയ കോംപ്ലക്സിൽ താമസിക്കാൻ നമുക്ക് സൗകര്യമില്ല. അപ്പോൾ നല്ലൊരു ക്യാൻറ്റീനും, അത്യാവശ്യം ചെറിയൊരു ക്യാൻറ്റീനും, അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾ ഇപ്പോൾ ഈ മുടിക്കോട് ആ സെൻറ്ററിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെയാണ് ഓരോ മാസവും നമുക്ക് ഭീമാകാരമായ റെൻറ്റ് വരുന്നുണ്ട്. അതിന് പറ്റ സഹോദരങ്ങളെ, ആ മുകളിലത്തെ നിലയിൽ ആ ബിൽഡിംഗ് ഒന്ന് പെട്ടെന്ന് കാണിച്ച് നമ്മൾ ആരാധിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയും കണ്ടു. ഇതാണ് ആ ബിൽഡിംഗ്. അപ്പോൾ നിങ്ങൾ ചെയ്തതിന് ഇത്രയും വലിയ ക്യാൻറ്റീൻ, ഇത് ക്യാൻറ്റീൻ മാത്രമല്ല സഹോദരങ്ങളെ, ചില താമസ സൗകര്യങ്ങൾ അവിടെ വരണം. ആ മുകളിൽ കാണുന്നത് അത് സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ സൗകര്യം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസതയ്ക്ക്, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിക്കാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത്, അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. കള്ളം പറയല്ല സഹോദരങ്ങളെ. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകളെ നമ്മൾ സഹായിക്കണം. പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷ തടസ്സപ്പെടരുത്. കർത്താവ് എങ്ങനെയെങ്കിലും തന്നെ ശുശ്രൂഷയെ കൊണ്ടുപോകും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ നമ്മയാണ് കർത്താവ് അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സഭയ്ക്കും ദൈവജനത്തിനും ഈ മാധ്യമ ശുശ്രൂഷ അനുഗ്രഹമായി മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത 2 ദിനങ്ങളിലും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കടന്നു വരാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി ഭയഭക്തി ആദരവോടെ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമ്മുടെ ഏകരാജാവും ഏക കർത്താവുമായ ഈശോ പരിശുദ്ധ കുർബാനയായി ഈ അൾത്താരയിൽ കടന്നു വരാൻ പോവുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോ മാത്രം പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പറ്റുന്നവരൊക്കെ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിനോടുള്ള ഭയഭക്തി ആദരവോടെ കർത്താവിനെ സാഷ്ടാംഗം പ്രണമിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ
ഭയഭക്തി ആദരവോടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ അൾത്താരയിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ കരങ്ങൾ നമ്മൾ തുറന്നു പിടിക്കുക. ഇത് ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള കർത്താവ്. ഇത് വെറും ഗോതമ്പിന്റെ അപ്പമല്ല, സർവശക്തനും സർവാധിപനുമായ ദൈവം. ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് തന്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണിത്, എത്ര ശ്രേഷ്ഠമായ ജീവിതമാണ് ദൈവഭയത്തോടെ ജീവിക്കുക എന്നുള്ളത്. നമ്മൾ കർത്താവിന്റെ പരിശുദ്ധ വചനത്തിൽ കണ്ടു, ദൈവഭയത്തേക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊന്നുമില്ല. ഏറ്റവും ഉത്കൃഷ്ടമായത് ദൈവഭയത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ സന്നിധിയിൽ അത്രയും വിലപ്പെട്ടതാണ്, അത്രയും വിലപ്പെട്ടതാണ് ആ സ്പിരിറ്റ് ഓഫ് റെവറൻസ്, ആദരവിന്റെയും ഭയഭക്തിയുടെയും ആത്മാവ്. കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനേകർ ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലെ കർത്താവേ, ഞങ്ങളുടെ മക്കളെ വീണ്ടെടുക്കുവാൻ, സത്യവിശ്വാസത്താൽ അവരെ വീണ്ടെടുക്കുവാൻ, കർത്താവിനും കർത്താവിന്റെ പരിശുദ്ധ സഭയ്ക്കുമായി ഞങ്ങളുടെ മക്കളെ വീണ്ടെടുക്കുവാൻ കർത്താവേ ദൈവഭയത്തിന്റെ അഭിഷേകം നൽകണമേ. ദൈവവിചാരം മറ്റുപോയൊരു കാലം, ദൈവനിഷേധവും ദൈവദൂഷണവും വിശ്വാസത്യാഗവും പാപമ്ലേച്ഛതകളും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും എന്നുവേണ്ട എല്ലാവിധത്തിലുള്ള ദുഷിപ്പ് നിറഞ്ഞൊരു കാലം കർത്താവേ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ, സത്യവിശ്വാസത്താൽ ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാൻ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭയത്തിന്റെ അഭിഷേകം നൽകണമേ. അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിക്കുന്ന സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള കർത്താവാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകം ജീവിതങ്ങളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം സമൂഹങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ അഭിഷേകം ഒഴുകപ്പെടുന്നു. ദൈവഭയത്തിന്റെ അരൂപി വ്യാപരിക്കുന്നു. എല്ലാം മറന്ന് തിരുവോശിരൂപനായ ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ വിശ്വസിച്ച് ഒന്നിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു. ഈശോയെ കർത്താവേ, ഓരോ വ്യക്തിയുടെ മേൽ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ദൈവഭയത്തിന്റെ അഭിഷേകം നൽകണമേ. സഭയുടെ കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ ദൈവഭയത്തിന്റെ ആത്മ വർഷിക്കപ്പെടട്ടെ. സഭ മുഴുവനിലും ദൈവഭയം ഉളവാകട്ടെ, ദൈവഭയം ഉളവാകട്ടെ. അപ്പോസ്തല പ്രവർത്തനം 2:43 അഭിഷേകം സഭ മുഴുവനിലും വലിയ ഭീതിയുണ്ടായി, വലിയ ഭയമുണ്ടായി. കർത്താവേ, ഞങ്ങളുടെ സഭയെ ഈ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ചങ്ക് പൊട്ടി വിളിക്കേ, ഹൃദയം തുറന്ന് വിളിക്കേ. ഇത് ജീവിക്കുന്ന ദൈവമാണ്. ഈശോയെ, ഈശോയെ, ഈശോയെ. ശ്രദ്ധിക്കുന്നു. കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Mighty anointing, mighty anointing, mighty anointing, mighty anointing, mighty anointing. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തശരീരങ്ങളുടെ അനന്ത യോഗ്യതകളാൽ ജനം മുഴുവൻ ദൈവഭയത്താൽ നിറയപ്പെടട്ടെ. ശ്രദ്ധിക്കുന്നു.
പരിശുദ്ധാത്മാവേ 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 ആദിമ സഭയുടെ ചൈതന്യം ആദിമ സഭയുടെ ചൈതന്യം ഞങ്ങൾ കൂട്ടായ്മകൾക്ക് നൽകണമേ, സമൂഹങ്ങൾക്ക് നൽകണമേ. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ നമ്മുടെ കർത്താവായ ഈശോയുടെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് കുടുംബങ്ങളിലായിരിക്കുന്നവരെ, മാതാപിതാക്കളും മക്കളും മറ്റ് സഹോദരി സഹോദരങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം ഈശോയുടെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് കരങ്ങൾ കോർത്തു പിടിക്കുന്ന മക്കളെ, സമർപ്പിത സമൂഹങ്ങളിലായിരിക്കുന്നതിന്റെ ബഹുമാനപ്പെട്ട അമ്മമാരെ, സമർപ്പിതരെ കരങ്ങൾ കോർത്തു പിടിക്കുക. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്, ഒരു കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ 2 പേർ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നിടത്ത് ഞാനുണ്ട്. ഇതാ കൗദാശികമായ കർത്താവിന്റെ സാന്നിധ്യം, വചന വാഗ്ദാനപരമായ ഈശോയുടെ സാന്നിധ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കോർത്തു പിടിച്ച് സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. സഭ മുഴുവനിലേക്കും ബഹുമാനപ്പെട്ട വന്യവൈദികർക്കായി, എല്ലാ സമർപ്പിത സന്യസ്തർക്കായി, ആത്മായ പ്രേക്ഷിതർക്കായി, സഭയുടെ കുടുംബങ്ങൾക്കായി, സഭയുടെ യുവജനങ്ങൾക്കായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവഭയത്തിന്റെ ആത്മാവ് എല്ലാവരിലും നിറയട്ടെ. ദൈവഭയത്തിന്റെ ആത്മാവ് എല്ലാവരെയും ഉണർത്തട്ടെ. സഭ മുഴുവനെയും ഉണർത്തട്ടെ. കുടുംബങ്ങളെ ഉണർത്തട്ടെ. ഈ തലമുറയെ വിശുദ്ധീകരിക്കട്ടെ. കരങ്ങൾ കോർത്തു പിടിച്ച് കൃപ വേണമപ്പ, ഈ കൃപ ഞങ്ങൾക്ക് വേണമേ. നിലവിളിച്ച് പ്രാർത്ഥിച്ച് പാടുകയാണ്. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ ഈശോയേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. എല്ലാവരും കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പാടുന്നു. വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. എല്ലാ യുവജനങ്ങളെ സമർപ്പിച്ചു പാടുന്നു. ദൈവഭയം നിറയട്ടെ, ദൈവഭയം നിറയട്ടെ, ദൈവഭയം നിറയട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ച് കൃപ വേണമപ്പ, കൃപ എല്ലാ കുടുംബസ്ഥരിലും ദൈവഭയം നിറയട്ടെ, ദൈവഭയം നിറയട്ടെ. എല്ലാ സമർപ്പിതരെയും സമർപ്പിച്ച് വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. എല്ലാ വന്യവൈദികരെയും സമർപ്പിച്ച് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ലോകം മുഴുവനെയും സമർപ്പിച്ച് കർത്താവേ കൃപ ചൊരിയണമേ. ദൈവഭയത്തിന്റെ കൃപ, ദൈവഭയത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അരൂപി ലോകം മുഴുവനിലും വളരട്ടെ. സഭ മുഴുവനിലും വ്യാപരിക്കട്ടെ. ജനകോടികളിൽ നിറയട്ടെ. ഈശോ ഈശോ കോർത്തു പിടിച്ച കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദിവ്യ കാരുണ്യത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകപ്പെടുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുക്കും മക്കളെ. കുടുംബങ്ങളിലേക്ക് അത് ഏറ്റെടുക്ക്. നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചു സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ.
നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. സഹോദരങ്ങളെ, ഈ 5 ദിനങ്ങൾ ഇവിടെ പൂർത്തിയാകാൻ പോകുന്നു. അടുത്ത 2 ദിനങ്ങൾ നന്നായി ഒരുങ്ങി വരിക, അനേകർ ഇനിയും അറിയിക്കുക. നാളെ നമ്മൾ പരിശുദ്ധ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ സ്ഥലങ്ങളെയും വിശുദ്ധ വസ്തുക്കളെയും നമ്മൾ അശുദ്ധമാക്കരുത്. ഭയഭക്തി ആദരവോടെ വിശുദ്ധ സ്ഥലങ്ങളെയും വിശുദ്ധ വസ്തുക്കളെയും നമ്മൾ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ദൈവജനം തയ്യാറാകണം. നമുക്കതിനു വേണ്ടി നാളെ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി വരാം. എല്ലാവരും യേശു അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി നമ്മുടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. യേശു മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. രാജാവേ യേശു മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.